ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 15ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. ഗീത 2ാം അധ്യായം സാഖ്യയോഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷാദചിന്തകളിൽപ്പെട്ട് കർത്തവ്യവിമുഖനായിരിക്കുന്ന അർജുനനെ താത്വികോപദേശങ്ങളിലൂടെ ഊർജ്ജസ്വലനാക്കി യുദ്ധകളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് കൃഷ്ണൻ ആദ്യം നടത്തി നോക്കിയത്. പഞ്ചഭൂതാത്മകമായ ശരീരമല്ല, അതിനെ സചേതനമാക്കുന്ന ആത്മാവാണ് ഉണ്മയെന്നും അതിനെ നശിപ്പിക്കാൻ ആരാലും കഴിയാത്തതിനാൽ അത് അനശ്വരമായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ആയതിനാൽ അർജുനന് താൻ ആരെയെങ്കിലും കൊല്ലുന്നു എന്ന ചിന്ത വേണ്ടതില്ലെന്നും അതിനാൽ യുദ്ധത്തിനായി എഴുന്നേൽക്കൂ എന്നും കൃഷ്ണൻ അനുജ്ഞ നൽകിയെങ്കിലും അർജുനന് ഇപ്പറഞ്ഞതെല്ലാം അത്രയ്ക്ക് സ്വീകാര്യമായോ എന്ന ഒരു തോന്നൽ ഉണ്ടായി. കൃഷ്ണൻ അർജുനന് കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലൗകിക വിശദീകരണങ്ങളിലേക്ക് മാറുന്നതായി കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ചയിൽ നാം കണ്ടിരുന്നു. ആത്മാവ് അനശ്വരമാണെന്നും അതിനാൽ ആർക്കും ആരെയും കൊല്ലാൻ കഴിയില്ല എന്നുമുള്ള താത്വിക തലം വിട്ട് അർജുനനും അർജുനനെപ്പോലെ പ്രതിസന്ധിയിൽപ്പെട്ട് കുഴങ്ങുന്ന എല്ലാ സാധാരണ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണിപ്പോൾ കൃഷ്ണൻ സംസാരിക്കുന്നത്. താൻ പറഞ്ഞ ആത്മവിഷയത്തെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശരീരം ജനിക്കുമ്പോൾ ആത്മാവും ജനിക്കുന്നുവെന്നും ശരീരം മരിക്കുമ്പോൾ ആത്മാവും മരിക്കുന്നു എന്നും അർജുനൻ ചിന്തിച്ചോളൂ എന്നും കൃഷ്ണൻ പറഞ്ഞു. ഈ ജനനവും മരണവും നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നതിനാൽ അങ്ങനെ നോക്കിയാലും ആത്മാവ് എന്നും ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ അർത്ഥം. അങ്ങനെ ചിന്തിച്ചാലും അർജുനൻ എന്നേക്കുമായി ആരെയും കൊല്ലുന്നില്ലല്ലോ. ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും. അതിനാൽ പരിഹാരമില്ലാത്ത കാര്യത്തിൽ അർജുനൻ സങ്കടപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം മുൻപ് ഞാൻ ചൊല്ലിയതാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് അത് വീണ്ടും ചൊല്ലിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയൂ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഇതിൻ്റെ അർത്ഥം ജീവികൾ ജനനത്തിന് മുൻപ് അവ്യക്തമായ അവസ്ഥയോട് കൂടിയവയാണ്. മധ്യേയുള്ള കാലം മാത്രം വ്യക്തവും മരണാനന്തരമുള്ള സ്ഥിതി അവ്യക്തവുമാണ്. ഹേ ഭാരത, അതിൽ എന്തിനു വിലപിക്കണം? ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സാധാരണ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു താത്വിക തലമുണ്ട് എന്ന് മാത്രം. സാധാരണ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ പറയാം? ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് അവ്യക്തമായിരുന്നു, ഇപ്പോൾ വ്യക്തമാണ്. അതായത് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നു. ഇത് കാലം കൊണ്ട് അപ്രത്യക്ഷമാകും. അതായത് അപ്രത്യക്ഷമായതിനു ശേഷവും സ്ഥിതി നമുക്ക് വ്യക്തമല്ല. അതായത് ഒരു വസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിലുള്ള അവസ്ഥയിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതിനെ കൃത്യമായിട്ട് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നതിനാൽ അത് നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയുന്നു. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഇപ്പറഞ്ഞതിനെ വിശദീകരിക്കാനായി ഉപയോഗിക്കാം. ഒരു വിത്തിന് ഉള്ളിലാണ് ഒരു വൃക്ഷത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അടക്കം ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കത് അവ്യക്തമാണ്, നമുക്കറിയില്ല എങ്ങനെയാണ് ഒരു മരം വിത്തിനുള്ളിലിരിക്കുന്നത്. പക്ഷേ ആ വിത്ത് മുളച്ച് ചെടിയും മരവുമൊക്കെ ആയി കഴിയുമ്പോൾ അത് കാണാനും അനുഭവിക്കാനും നമുക്ക് കഴിയുന്നു. ഇനി ആ മരം നശിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ അവസ്ഥ നമുക്ക് വീണ്ടും അവ്യക്തമാകുന്നു. ഇതുപോലൊരു സിനിമാ ഫിലിമിനെ നമുക്ക് എടുത്തു നോക്കാം. ഒരു സിനിമാ ഫിലിമിൽ സിനിമ അവ്യക്താവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇനി അത് പ്രൊജക്ടറിലിട്ട് കാണുമ്പോൾ അതിലുള്ളത് വ്യക്തമായി നമുക്ക് തിരശ്ശീലയിൽ കാണാം. അത് നമുക്ക് കാണുകയും നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. സിനിമ കഴിഞ്ഞാലോ വീണ്ടും നമ്മളാ കണ്ടതെല്ലാം അവ്യക്തമായ അവസ്ഥയിലേക്ക് മാറും. ചുരുക്കത്തിൽ ജനനമരണങ്ങൾക്കിടയിൽ മധ്യഭാഗത്തുള്ളത് മാത്രമേ നമുക്ക് വ്യക്തമായി കാണാനാകുന്നുള്ളൂ. എന്നാൽ നമുക്ക് വ്യക്തമല്ല എന്നതിനാൽ അത് നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അർജുന, നീ വിചാരിക്കുന്നത് നിന്റെ കൈകൊണ്ട് മരിച്ച് ഇവരെല്ലാം ഇവിടെ നിന്നും എന്നേക്കുമായി മറഞ്ഞു പോകുമെന്നല്ലേ? അതല്ല ശരി.
ഇവർ ജനിക്കുന്നതിന് മുൻപും മരിച്ച ശേഷവും ഇവിടെ തന്നെ ഉണ്ട്. അത് നമുക്ക് വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ വിധത്തിൽ നോക്കിയാലും നിന്റെ ഈ സങ്കടം അസ്ഥാനത്താണ്. ആദ്യം പറഞ്ഞത് ആത്മാവ് എന്നതാണ് ഉണ്മ. ആത്മാവ് മരിക്കുന്നില്ല, അതുകൊണ്ട് ജഡശരീരങ്ങൾ മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് അർജുനൻ ആരെയും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞത് ആത്മാവിനെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ജഡത്തിനെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ഈ രൂപമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുള്ളത് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ജനനത്തിന് മുൻപും അതിൻ്റെ മരണത്തിന് ശേഷവും അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് നമുക്ക് വ്യക്തമല്ലാത്തതിന് അത് അവിടെ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർജുനനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വ്യക്തമല്ല എന്നുള്ളതിനാൽ നീ അവർ മരിച്ചുപോയി അല്ലെങ്കിൽ നീ അവരവിടെ എന്നേക്കുമായി മറഞ്ഞു എന്നല്ല ചിന്തിക്കേണ്ടത്. അത് നിനക്ക് വ്യക്തമല്ല. നിനക്ക് മുമ്പിൽ കണ്ടെന്ന് മാത്രമേ വ്യക്തമുള്ളൂ. അതിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ചിന്തിച്ചാലും അവരിവിടൊക്കെ തന്നെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാലും ഇവിടൊക്കെ തന്നെ ഉണ്ട്. ആ സ്ഥിതിക്ക് നീ ഇതിൻ്റെ പേരിൽ നീ അനാവശ്യമായി വിലപിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ ജനനമരണ പ്രവാഹരൂപമായ ഈ സംസാരത്തിന് ആധാരമായ നിത്യസത്യമായ ഒരു പരമ്പൊരുൾ ഇവിടെ നിലനിൽക്കുന്നുവെന്നാണ് ഇതിലൂടെയെല്ലാം കൃഷ്ണൻ അർജുനനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് എല്ലാം എന്നതിനാലും അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിനാലും അതിനെ അറിഞ്ഞുകൊണ്ട് അനാവശ്യ ചിന്തകൾ ഉപേക്ഷിച്ച് അർജുനൻ തൻ്റെ ബാധ്യസ്ഥ കർമ്മമായ യുദ്ധം ചെയ്യണമെന്നാണ് കൃഷ്ണൻ ഇതിലൂടെയെല്ലാം സമർത്ഥിക്കുന്നത്. കൃഷ്ണൻ ഇത്രയൊക്കെ വിവരിച്ചിട്ടും എന്തുകൊണ്ടാണ് അർജുനന് ഈ ആത്മതത്വം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത്? ഇവിടെ അർജുനനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആത്മതത്വം സാക്ഷാത്കരിക്കുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ലെന്നാണ് അടുത്ത ശ്ലോകത്തിലൂടെ കൃഷ്ണൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുരുടൻ ആനയെ കണ്ട് മനസ്സിലാക്കുന്നത് പോലെയാണ് മനുഷ്യരെല്ലാം ആത്മാവിനെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പൂജ്യശ്രീ ചിന്മയാനന്ദ സ്വാമികൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില വരികൾ നിങ്ങളുടെ അറിവിലേക്കായി ഞാനിവിടെ നിന്ന് വായിക്കാം. പരമ്പൊരുളായ ആത്മാവ് അനന്തമാണ്, ജ്ഞാനവും അനന്തമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്നൊക്കെ തത്വദർശികളും ശ്രുതികളും പറയുന്നുവെങ്കിലും നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. നാം പരിച്ഛിന്നരാണ്, അജ്ഞരും ദുഃഖികളുമാണ്. അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപവും ഇപ്പോഴത്തെ അനുഭവവും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. ആത്മദർശനത്തിന് ശ്രമിക്കുന്ന സാധകരായ നമ്മൾ അജ്ഞത മൂലം കരുതുന്നത് അകലെ അങ്ങെവിടെയോ നിലകൊള്ളുന്ന ഒന്നാണ് ആത്മാവ്, കുറെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതിനെ കണ്ടെത്താം എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ആത്മാവ് നമ്മുടെ സ്വരൂപം തന്നെയാകയാൽ ഒരിക്കലും നാം അതിൽ നിന്ന് അകലെയല്ല. സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രത അവസ്ഥയിലേക്കുള്ള ദൂരമേ ഉള്ളൂ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക്. സ്വപ്നാഭിമാനിക്കും ജാഗ്രത അഭിമാനിക്കും ഇടയ്ക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരമുണ്ട് ബന്ധനും മുക്തനും ഇടയ്ക്ക്. ഈ പറഞ്ഞതിൻ്റെ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയെക്കുറിച്ചും ഒന്നും നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. ഇതൊക്കെ ഇനി വരും ഭാഗങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആത്മദർശനം എന്ന് പറയുന്നത്, ആത്മാവിനെ കാണുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് വെളിയിൽ എവിടെയോ ഉണ്ട് അതിനെ നമുക്ക് കാണാമെന്ന അല്ല. അങ്ങനെയല്ല. അതിൻ്റെ നമ്മൾ തന്നെ ആത്മാവാണ്. നമ്മൾ ബേസിക്കലി നമ്മൾ ആത്മസ്വരൂപമാണ്. ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലാണ് നിലനിൽക്കുന്നത്. അപ്പം അതിനെ കണ്ടറിയുക, അതിനെ അജ്ഞത മൂലം നമുക്കതിനെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, അതിനെ അറിയുക. അങ്ങനെ ഒരു ഈശ്വര രൂപിയാണെന്ന് നമ്മൾ ഈശ്വര രൂപികളാണെന്ന് അറിയുക എന്നതിനെയാണ് ആത്മാവിനെ കാണുക അല്ലെങ്കിൽ ആത്മാവിനെ അറിയുക എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ആത്മബോധത്തെ മറയ്ക്കുന്ന ചിന്തകളെ മാറ്റി അതിനെ ദൂരീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഈ മേഘം മാറിയ ആകാശത്തിൻ്റെ നീല നിറം നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ആത്മബോധത്തെ മറയ്ക്കുന്ന ചിന്തകൾ എല്ലാം അകന്നു കഴിയുമ്പോൾ നമ്മൾ ആത്മാവാണ്, നമ്മൾ ഈശ്വരനാണ് എന്നുള്ളൊരു ബോധം,
ഉള്ളിൽ ഉണരും. ഇതിനെയാണ് ഈ ആത്മാവിനെ കാണുക എന്നൊക്കെ പറയുന്നത്. അതാണ് പൂജ്യശ്രീ ചിന്മയാനന്ദ സ്വാമികൾ ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ആ ശ്ലോകം ഇങ്ങനെയാണ്: ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്വദതി തഥൈവ ചന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതിൻ്റെ അർത്ഥം, ഒരുവൻ ഈ ആത്മാവിനെ ഒരാശ്ചര്യ വസ്തുവെ പോലെ കാണുന്നു, അപ്രകാരം തന്നെ മറ്റൊരുവൻ ഈ ആത്മാവിനെ ഒരാശ്ചര്യ വസ്തുവെ പോലെ പറയുന്നു. വേറൊരുവൻ ഈ ആത്മാവിനെ ഒരാശ്ചര്യ വസ്തു എന്ന പോലെ കേൾക്കുന്നു. കേട്ടാലും കണ്ടാലും പറഞ്ഞാലും ആരും തന്നെ ആത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല. അതായത് അർജുനനോട് ആത്മതത്വമെല്ലാം പറഞ്ഞിട്ടും അർജുനനത് അത്രയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് കൃഷ്ണന് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിൽ അതിശയിക്കേണ്ടതില്ല. ഈ ആത്മബോധം അറിയുക, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. ഇതിനെ ഒരു ആശ്ചര്യ വിഷയമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. നമുക്ക് ആ ആശ്ചര്യ വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു പാരഗ്രാഫും കൂടി നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാം. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രകടനത്തെ എതിർച്ചയാ കാണുമ്പോഴാണ് നമ്മിൽ ആശ്ചര്യം എന്ന വികാരം ജനിക്കുന്നത്. ആത്മാവിനെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമമാക്കുന്ന ആത്മാവിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ കഴിയുന്നതല്ലെന്ന് നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആത്മാവിനെ ഒരാശ്ചര്യ വസ്തുവെപ്പോലെ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? കാണുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ പോലും ആത്മാവിനാൽ മാത്രം സചേതനമാകുന്ന മനസ്സുകൊണ്ടുള്ള ഈ ചിന്തയ്ക്കും അതീതനാണ് ആത്മാവെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതും ശരിയാകില്ല. ചുരുക്കത്തിൽ, ഇന്ദ്രിയാതീതനായ കാഴ്ചയ്ക്കും കേൾവിക്കും വാക്കിനുമൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആത്മാവെന്ന് നേരത്തെ പറഞ്ഞത് മറ്റൊരു വിധത്തിൽ ഇവിടെ പറയുന്നേ ഉള്ളൂ എന്നു കരുതാം. ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള തത്വദർശികൾ ആത്മമഹിമയെ പുരാണേതിഹാസങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ശരീരാദ്യുപാധികളുടെ പിടിയിൽ നിന്നും വിട്ടകന്ന് പൂർണ്ണ സ്വതന്ത്രനായി ആത്മചൈതന്യത്തെ അനുഭവിച്ചിട്ടുള്ള ആ മഹാത്മാക്കൾക്കുണ്ടായ ആശ്ചര്യമാകാം അവർ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ സാധാരണ ജനങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു വസ്തുവിനെ ആശ്ചര്യത്തോടെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് നോക്കിക്കാണാൻ നമുക്ക് കഴിയുക? അതേപ്പറ്റി ആശ്ചര്യത്തോടെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് കേൾക്കാൻ കഴിയുക, പറയാൻ കഴിയുക? കുരുടൻ ആനയെ കാണുന്ന പോലെ മനുഷ്യർ ആത്മാവിനെയും കാണുന്നുവെന്ന് മാത്രം. തൻ്റെ അറിവിൻ്റെ ഉപകരണങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന ആ പൂർണ്ണ വസ്തു അപൂർണനായ മനുഷ്യനിൽ ആശ്ചര്യം ജനിപ്പിച്ചില്ലെങ്കിലല്ലേ ആശ്ചര്യപ്പെടേണ്ടതുള്ളൂ. അടുത്ത ശ്ലോകം 30 ഞാൻ പറഞ്ഞു. ഏതാണ്ട് ഭഗവത്ഗീത 2-ാം അധ്യായം 11 ശ്ലോകം 11-ാം ശ്ലോകം മുതൽ 30-ാം ശ്ലോകം വരെ ആത്മാവിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. ഈ സീരീസ് ഈ 30-ാം ശ്ലോകത്തോടുകൂടി അവസാനിക്കുകയാണ്. എങ്കിലും ഭഗവത്ഗീതയിലെ പല ഭാഗങ്ങളിലും ആത്മവിഷയം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഇനി ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചൊല്ലാൻ പോകുന്ന ഈ ശ്ലോകത്തോടുകൂടി ഈ ആത്മവിഷയത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നിർത്തിയിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് ഇനിയും സാഖ്യയോഗത്തിൽ ഗീതാകാരൻ കടക്കാൻ പോവുകയാണ്. ഈ 30-ാം ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അർജുന, എല്ലാവരുടെയും ദേഹത്തിലുള്ള ഈ ദേഹി വധിക്കപ്പെടത്തക്കവനല്ല. അതുകൊണ്ട് യാതൊരു പ്രാണിയെപ്പറ്റിയും നീ വ്യസനിക്കേണ്ടതില്ല. ഇത് നമ്മൾ മുൻപ് കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ദേഹി എന്ന് പറയുന്നത് ദേഹത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ദേഹി എന്ന് പറയും. ഈ ദേഹത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ആർക്കും കൊല്ലാവുന്നതല്ല. അതുകൊണ്ട് നീ നിൻ്റെ ബന്ധുജനങ്ങളെ കൊല്ലുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നീ നിൻ്റെ കർത്തവ്യ കർമ്മം ചെയ്തോളൂ എന്നാണ് ഇതിലൂടെ എല്ലാം തിരിച്ചും മറിച്ചും പറയുന്നത്. അത് ഓരോ ശ്ലോകത്തിലും അങ്ങനെ പറയുന്നില്ല എങ്കിലും
നമ്മളതിൻ്റെ വ്യംഗ്യാർത്ഥത്തെ അങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ മേൽപ്പറഞ്ഞ സവിശേഷതകൾ കാരണം ബന്ധുജനങ്ങളെ കൊല്ലേണ്ടി വരും എന്ന അർജുനൻ്റെ ചിന്ത അസ്ഥാനത്താണെന്നും ആയതിനാൽ ശങ്ക കൂടാതെ ബാധ്യസ്ഥമായ യുദ്ധം ചെയ്തോളൂ എന്ന് കൃഷ്ണൻ ഉപദേശിച്ചു കഴിഞ്ഞു. ഈ ഉപദേശം കൊണ്ട് അർജുനൻ്റെ വിഷാദ ചിത്തത്തിന് ഇളക്കം വരുന്നില്ലെന്ന് കണ്ടതിനാലാകാം കൃഷ്ണൻ ഇടയ്ക്കൊന്ന് താഴോട്ടിറങ്ങി ഭൗതിക തലത്തിലേക്കും ഉപദേശത്തെ കൊണ്ടുപോയി. ജനിച്ചാൽ മരിക്കും, എല്ലാവർക്കും അറിയാവുന്ന സത്യത്തിൽ വിശ്വസിച്ചാലും അർജുനനെ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് ആണ് പറഞ്ഞു നോക്കിയത്. എന്നിട്ടും അർജുനൻ ഇളക്കം വരുന്നില്ലെന്ന് തോന്നുന്നു. കർത്തവ്യ വിമുഖതയിൽ ഉറച്ചു നിൽക്കുന്ന അർജുനനെ മനുഷ്യരെല്ലാവരെയും എന്നും ചിന്തിക്കാം. മറിച്ചു ചിന്തിപ്പിക്കാനായി കൃഷ്ണൻ ഇനി മറ്റു വഴികളിലൂടെയുള്ള ഉപദേശം തുടരുകയാണ്. അർജുന വിഷാദത്തിനുള്ള പരിഹാരമായി പ്രശ്നത്തെ ആദ്യം വേദാന്ത തത്വചിന്തയുടെ ഔന്നത്യത്തിൽ വീക്ഷിച്ച കൃഷ്ണൻ അവിടെ നിന്നും ഭൗതിക തലത്തിലേക്കും പിന്നെ അവിടം വിട്ട് സാധാരണ മനുഷ്യരുടെ ചിന്താതലത്തിലേക്കും ഇറങ്ങി വരുന്നതായാണ് ഇനി കാണുന്നത്. തികച്ചും പ്രായോഗികമായതും ആർക്കും എളുപ്പം മനസ്സിലാക്കാവുന്നതുമായ ഭാഷയിലാണ് ഭഗവാൻ ഇനി അർജുനനോട് സംസാരിക്കുന്നത്. ആ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ശ്ലോകം 31. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. അതായത് സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നീ കുലുങ്ങേണ്ടതില്ല. എന്തെന്നാൽ ക്ഷത്രിയനെ ധർമ്മ്യമായ യുദ്ധത്തിനേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നുമില്ല. 32 ശ്ലോകം. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയപർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. അതായത് ഈ യുദ്ധം അപ്രതീക്ഷിതമായി തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാണ്. ഹേ അർജുന, ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമാണ് ഈ വിധത്തിലുള്ള യുദ്ധം ലഭിക്കുന്നത്. ഇവിടെ പറഞ്ഞത് സ്വധർമ്മം അഭിക്ഷാപേക്ഷ്യ, അതായത് സ്വധർമ്മത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടു എന്ന് പറയുന്നു. അപ്പം സ്വധർമ്മം എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ പറയുന്നത് ഈ യുദ്ധം അപ്രതീക്ഷിതമായി തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാണെന്നാണ്. ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമാണ് ഈ വിധത്തിലുള്ള യുദ്ധം ലഭിക്കുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം നോക്കാം. അർജുന, നീ ക്ഷത്രിയനാണ്. രാജ്യരക്ഷയും പ്രജാരക്ഷയും ക്ഷത്രിയധർമ്മമാണ്. അതിനായി വേണ്ടിവരുന്ന യുദ്ധത്തിനേക്കാൾ ശ്രേയസ്കരമായി മറ്റെന്താണ് ക്ഷത്രിയനുള്ളത്? ഒന്നും തന്നെയില്ല. എല്ലാ യുദ്ധങ്ങളും ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ളതായിരിക്കണമെന്നില്ല. അധികാരത്തിനും പകപോക്കലിനുമൊക്കെയാണ് പലപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ യുദ്ധം അങ്ങനെയുള്ളതല്ല. അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി നടക്കുന്ന ഒരു മഹായുദ്ധമാണിത്. അധാർമിക പ്രവർത്തികളിലൂടെ മാതൃരാജ്യത്തിൻ്റെ ക്ഷേമവും സമാധാനവും നശിപ്പിച്ച് അതിൻ്റെ യശസ്സിന് കളങ്കമേൽപ്പിക്കുകയാണ് കൗരവർ ചെയ്തത്. ആ അധാർമികതയോട് പൊരുതി രാജ്യത്തെ രക്ഷിക്കാൻ നിനക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് ഈ യുദ്ധം. സാധാരണ ക്ഷത്രിയ യോദ്ധാക്കളോടല്ല, നിന്നെപ്പോലെ തന്നെ വീരശൂര പരാക്രമികളായ അനേകം ക്ഷത്രിയ വീരന്മാരോടാണ് നീ ഈ ധർമ്മയുദ്ധത്തിൽ പൊരുതി ജയിക്കാൻ പോകുന്നത്. മഹാഭാഗ്യവാനായ ഒരു ക്ഷത്രിയന് മാത്രമേ ഇതുപോലെ ഒരു യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിക്കൂ. പ്രത്യേകിച്ച് പരിശ്രമമൊന്നും കൂടാതെ അപ്രതീക്ഷിതമായി സ്വർഗവാതിൽ മുൻപിൽ തുറക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യർക്ക് എത്ര സന്തോഷമാവും ഉണ്ടാകുക. അതുപോലെയുള്ള സന്തോഷമാണ് ഈ യുദ്ധം നിന്നിലും ഉളവാക്കേണ്ടത്. അല്ലാതെ നീ ഇപ്പോൾ കാണിക്കുന്ന ഈ മൗഢ്യവും കർത്തവ്യ വിമുഖതയും ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. അർജുനൻ പറഞ്ഞത്, എനിക്ക് യുദ്ധമൊന്നും ചെയ്യണ്ട, എനിക്ക് എൻ്റെ ബന്ധുക്കളെ ആരെയും കൊല്ലണ്ട, ഈ യുദ്ധം ചെയ്യുന്നതിലും ഭേദം ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണെന്നൊക്കെയാണ് അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞത്. കൃഷ്ണനിപ്പം പറയുന്നത് എന്താണ്? അർജുന, ഇതുപോലൊരു യുദ്ധം സാധാരണ ക്ഷത്രിയന്മാർക്ക് കിട്ടത്തില്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറന്നു കിട്ടിയാൽ എങ്ങനെയിരിക്കും നമുക്ക് സന്തോഷം? എന്തായിരിക്കും? അതുപോലുള്ള ആനന്ദമാണ് നിനക്ക് തോന്നുന്നുണ്ട്. നീ എന്തൊരു വിവരദോഷമൊക്കെയാണ് ഇപ്പോൾ ഈ വിളിച്ച് പറയുന്നത്. കൃഷ്ണന് സ്വർഗം തുറന്നു കിട്ടിയെന്ന് തോന്നുന്ന ഒരു കാര്യം അർജുനനെ നരകമായിട്ടാണ് തോന്നിയത്. ചിന്തകളുടെ വ്യത്യാസത്തെ നമുക്ക് ഇവിടെ കാണാം. മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെ നേർവിപരീതമായിട്ടായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ് എന്ന്
അറിഞ്ഞുകൊണ്ട് അതിൻ്റെ താത്വിക ചിന്തകളിലേക്ക് കൂടുതലായി അടുത്ത ആഴ്ചകളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് ഇവിടെ ഇന്നത്തെ ചർച്ച നിർത്താം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.